അങ്ങനെ തൃശ്ശൂരിൽ BJPയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് അതും പത്മജ വേണുഗോപാലാണ് അതിന് പ്രചരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. പത്മജ വേണുഗോപാൽ തന്നെയാണ് തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയെന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷേ അവർ അത് അംഗീകരിക്കില്ലെങ്കിൽ പോലും നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. അപ്പോൾ എന്തായാലും സ്വന്തം പ്രചരണത്തിൻ്റെ തുടക്കം സ്വയമായി ചെയ്തു എന്നാണല്ലോ പറയുന്നത്. അത് നിങ്ങളല്ലേ പറയണേ, എന്നോട് പാർട്ടി പറയട്ടെ. അത് പാർട്ടി പറഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ തന്നെ ആദ്യം നിങ്ങളോട് പറയും. അല്ല, ഇപ്പോൾ ഇത്തവണ സ്വാഭാവികമായിട്ട് കഴിഞ്ഞ 2 തവണ നിയമസഭാ സ്ഥാനാർത്ഥിയായിരുന്നു. കഴിഞ്ഞ തവണ നിസ്സാരമായ ഒരു വോട്ടിന് അതും സുരേഷ് ഗോപിയെ പോലെ ഒരാളൊന്നും മത്സരിച്ചുകൊണ്ട് നഷ്ടപ്പെട്ട അതേ സുരേഷ് ഗോപി തന്നെയാണ് പത്മജ വേണുഗോപാൽ ഇവിടെ മത്സരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷ എന്താ? BJPയുടെ പ്രതീക്ഷ എന്താ? തീർച്ചയായിട്ടും BJPക്ക് ഇപ്രാവശ്യം നല്ല വിജയപ്രതീക്ഷയുണ്ട്. കാരണം ഓരോ പ്രാവശ്യം വോട്ടുകൾ കഴിഞ്ഞ ശരിയാണ്, കോർപ്പറേഷൻ ഇലക്ഷനിൽ ചെറിയൊരു പാളിച്ച പറ്റി. അത് എന്നും ഉണ്ടാവില്ല. ഇപ്പോൾ BJPയിൽ ജനങ്ങൾക്ക് വിശ്വാസം കൂടി വരികയാണ്. നമുക്കറിയാലോ, എവിടെ നോക്കിയാലും അല്ലെങ്കിൽ തിരുവനന്തപുരം പോലെയുള്ള സ്ഥലത്ത് കോർപ്പറേഷൻ പിടിക്കാൻ എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം വിജയപ്രതീക്ഷയുണ്ട്. BJP ജയിച്ചാൽ തീർച്ചയായിട്ടും ഇവിടുത്തെ വികസനങ്ങൾക്ക്, കാരണം വികസനം എങ്ങനെ നടത്താം എന്നറിയുന്നൊരു കുടുംബത്തിനാണ് ഞാൻ വരുന്നത്. എനിക്കത് ചെയ്യാനറിയാം. അപ്പോൾ തീർച്ചയായിട്ടും തൃശ്ശൂരത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അവരുടെ കൂടെ തന്നെ ഉണ്ടാവും. ഈ കോൺഗ്രസിൻ്റെ വോട്ട് പിടിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണ് തൃശ്ശൂർ സ്ഥാനാർത്ഥിയായിട്ട് കാര്യമുള്ള BJP. കോൺഗ്രസിലെ ഓരോ പ്രവർത്തകരെയും അടുത്തറിയാവുന്ന വ്യക്തിയാണ് പത്മജ വേണുഗോപാൽ. ഇത്തവണ പത്മജ വേണുഗോപാൽ സ്ഥാനാർത്ഥിയായാൽ വിജയിക്കും. കോൺഗ്രസ്സുകാർക്ക് എന്നോട് നല്ല സ്നേഹമുണ്ട് ഇപ്പോഴും. എന്താ വെച്ചാൽ ഞാനൊരു പാർട്ടി മാറിപ്പോയി അവർ ചേച്ചി അല്ലാണ്ടാവണില്ലല്ലോ ഞാൻ. അപ്പോൾ അവർ പലരും എന്നെ സ്നേഹത്തോടെ സമീപിക്കാറുണ്ട്, എന്നെ വിളിക്കാറുണ്ട്. അപ്പം ഞാൻ തന്നെ പലരോടും ചോദിക്കും, അവരെന്നെ ആവശ്യപ്പെടാറുണ്ടോ? കോൺഗ്രസ്സുകാർ ആവശ്യപ്പെടാറുണ്ടോ BJP സ്ഥാനാർത്ഥിയായിട്ട് പത്മജ വേണുഗോപാൽ വരണം? ഇല്ല, ഞാൻ വരുന്ന ആർക്കും ഒരു വിചാരം, കാരണം ഞാൻ മത്സരരംഗത്തില്ല എന്ന് ഞാൻ അറിയിച്ചതാണ് എല്ലാവരെയും. അപ്പോൾ അതുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ മനസ്സിൽ എനിക്കറിയാം അവർക്ക് ആ ഒരു വിഷമം ഇപ്പോഴും ഉണ്ട്. ചേച്ചീനെ ഞങ്ങൾ സങ്കടപ്പെടുത്തി ഞാൻ അവരോട് പറയും, നിങ്ങൾ എന്നെ വല്ലാണ്ട് സങ്കടപ്പെടുത്തി എന്ന് ഞാൻ പറയും. കോൺഗ്രസിൻ്റെ MLA ആയിട്ട് വരാൻ കഴിഞ്ഞില്ല, BJP MLA ആയിട്ട് വരാൻ കഴിയുമോ? അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ആത്മവിശ്വാസം. ദൈവം സഹായിക്കട്ടെ. എല്ലാം ദൈവത്തിൻ്റെ തീരുമാനത്തിന് ഇവിടുത്തെ ജനങ്ങൾക്ക് ഞാൻ വിട്ടുകൊടുത്തിരിക്കുക. അപ്പോൾ ഏതായാലും വലിയ പോരാട്ടത്തിനാണ് ഇത്തവണ വരുന്നത്. ഒരു ഗവർണറുടെ പോസ്റ്റൊക്കെ അടിച്ചു വെച്ചിട്ടും ഇത്തരം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാധ്യതകളിലേക്ക് വരേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അതായത് എൻ്റെ രക്തത്തിൽ അതാണ്. എൻ്റെ ഒരു മത്സരമാണ്, മത്സരരംഗത്ത് നിൽക്കുക എന്നുള്ളത് എൻ്റെ രക്തത്തിലുള്ളതാണ്. അപ്പോൾ എല്ലാ പദവികൾക്കപ്പുറം ജനങ്ങളുടെ ഒരു അംഗീകാരമില്ലേ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അവരുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനയ്ക്കും വരട്ടെ. ഏതായാലും സ്വന്തം തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയതിൽ എല്ലാവിധ ആശംസകളും. അപ്പോൾ അങ്ങനെ ഇത്തവണ തൃശ്ശൂരിൽ അതിശക്തമായ മത്സരം നടക്കുമെന്നതിൻ്റെ സൂചനകളാണ് പത്മജ വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ നാം മനസ്സിലാക്കുന്നത്. അത് വരും ദിവസങ്ങളിൽ അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും നമുക്ക് നേരിട്ട് കണ്ടറിയാൻ കഴിയും. റിപ്പോർട്ടർ ജെയ്സൺ, തൃശ്ശൂർ.